ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മീൻ എങ്ങനെ വൃത്തിയാക്കാമെന്നും അതിൻ്റെ തല വെച്ച് ഒരു ഡ്രൈ കറി എങ്ങനെ തയ്യാറാക്കാമെന്നും നോക്കാം. ആദ്യമായി ഇതിൻ്റെ തല കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൊമ്പും മീശയും കാലും എല്ലാം ഒരു കത്രിക വെച്ച് മുറിച്ച് കളയാം. തല മാറ്റിയിട്ടുള്ള ബാക്കി ഭാഗത്തിൻ്റെ തോട് കളയണം. അതിനു വേണ്ടി ഇതിൻ്റെ അടിവശത്ത് നിന്നും തോട് പതുക്കെ മേലോട്ട് അടർത്തിയെടുക്കാം. കുറച്ച് അടർത്തിയെടുത്തിട്ട് ബാക്കി വാലിൻ്റെ വശം പിടിച്ച് മെല്ലെ വലിച്ചാൽ ബാക്കിയുള്ള തോടും കൂടി കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കറുത്ത നാര് പോലെ കാണുന്ന ഭാഗം കളയണം. അതിനു വേണ്ടി ഒരു കത്തി കൊണ്ട് ഇത് നടുക മെല്ലെ മുറിക്കാം. ഇത് വലിച്ചെടുക്കാനും പറ്റും, പക്ഷെ അങ്ങനെ വലിക്കുമ്പോൾ ഇടയ്ക്ക് പൊട്ടിപ്പോകും. കത്തി കൊണ്ട് മുറിക്കുകയാണെങ്കിൽ താഴെ വരെ നീളത്തിൽ എടുക്കാൻ പറ്റും. ഈ കറുത്ത ഭാഗം വയറുവേദനയ്ക്കും മറ്റ് അസുഖങ്ങൾക്കും കാരണമാകും. ചെമ്മീൻ തലയും ഉടലും തോടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഈ തലഭാഗം കഴുകുമ്പോൾ ഇത് കുറേ പ്രാവശ്യം ഇളക്കി എടുക്കണം. ഇതിൻ്റെ ഇടയിൽ പൂഴി ഉണ്ടാവും. ഇതുപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇതുപോലെ തന്നെ ഉടൽ ഭാഗവും കഴുകിയെടുക്കാം. തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയുടെ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ചെമ്മീൻ തല കറി വെക്കാൻ വേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് അരിച്ചൊഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ ബാക്കി വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലെ ഫുള്ള് വെള്ളവും വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു ഡ്രൈ കറിയാണിത്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.